വടകര കാഫർ സ്ക്രീൻഷോട്ട് കേസ് പ്രതി ജിതൻ ഭാസ്കറിന്റെ ഫോൺ റീസെറ്റ് ചെയ്തെന്ന് കണ്ടെത്തൽ. ജില്ലാ ഫോറൻസിക് ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് നിർണായക വിവരങ്ങളുള്ള ഫോൺ റീസെറ്റ് ചെയ്തതായി കണ്ടെത്തിയത്. ചില പോലീസുകാർ വിടുപണി ചെയ്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നുവെന്ന് സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എ മെഹബൂബ് കുറ്റപ്പെടുത്തി. യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഉറവിടം കണ്ടുപിടിക്കണം. ഉറവിടം കണ്ടുപിടിക്കാതെ പോലീസ് കേസ് മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞ ഒരു പോലീസ്, നിങ്ങളെ പോലീസ് ഈ പോലീസ് തന്നെയല്ലേ? ഭരണം മാറുമ്പോൾ അതിന്റെ നിയമത്തിനും അതേപോലെ തന്നെ നിയമ നടപടിക്കും എന്താ വ്യത്യാസം? ഞങ്ങളിങ്ങനെ മാർച്ച് നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഡിവൈഎഫ്ഐ സഖാക്കളെ കള്ളക്കേസിൽ കുടുക്കണമെന്ന ധാരണയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത്. വിവരങ്ങളുമായി വർഷ ഗിരീഷാണ് ചേരുന്നത്. വർഷ, ഫോൺ റീസെറ്റ് ചെയ്തുവെന്ന് പറയുന്നത് തന്നെ അതിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും മാഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ പരിശോധനയിലേക്കൊക്കെ പോലീസ് കടക്കുന്നുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്? പ്രവിതാലക്ഷ്മി, നിതിൻ ഭാസ്കറിന്റെ ഫോൺ പരിശോധിച്ചാൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു വടകര റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം. എന്നാൽ ഇപ്പോൾ ആ ഒരു വഴിയാണ് മുട്ടിയിരിക്കുന്നത്. നിതിൻ ഭാസ്കറിന്റെ ഫോൺ റീസെറ്റ് ചെയ്തു എന്നുള്ള കണ്ടെത്തലാണ് ജില്ലാ ഫോറൻസിക് സയൻസ് ലാബിൽ നടത്തിയ പരിശോധനയിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പോലീസ് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി ഫോൺ തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഇതിനുവേണ്ടി കോടതിയുടെ അനുമതിക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. കാരണം ഇനി ഈ ഫോൺ സംബന്ധിച്ച് മാത്രമേ പോലീസിന് കൂടുതലായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പ്രധാനമായും കേസ് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് കസ്റ്റഡിയിലുള്ള ജിതിൻ ഭാസ്കറിന്റെ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ജിതിൻ ഭാസ്കറിന്റെ ഫോണിൽ നിന്നും ജിതിൻ ഭാസ്കർ കൂടുതൽ പേരിലേക്ക് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. തുടർന്നാണ് ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തത്. ശേഷം ഫോൺ പരിശോധിക്കുകയായിരുന്നു. എന്നാൽ ഫോൺ റീസെറ്റ് ചെയ്തെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ചോദ്യം ചെയ്യലിലും ഇക്കാര്യം ജിതിൻ ഭാസ്കർ സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇനി എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെയാണ് ഇപ്പോൾ ഈ കേസ് പോലീസ് വഴിതിരിച്ചു വിടുന്നുവെന്ന് ആരോപിച്ച് CPIM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി സന്ദേശം തന്നെയാണ് CPIM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ് ഉയർത്തിയിരിക്കുന്നത്. പോലീസ് വിടുപണി ചെയ്യുന്നുവെന്നും അത്തരം പോലീസുകാരെ വീട്ടിൽ കയറാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ എങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിർണായകമായ കാര്യം. തീർച്ചയായും ഇനി ആ അന്വേഷണം അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഫോൺ റീസെറ്റ് ചെയ്തുവെന്ന് പ്രതി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.